ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നു ഞാൻ നീങ്ങിപ്പോയിരുന്നത്. പക്ഷേ ക്രമേണ കുറേ അതിൽ നിന്നും വിട്ടുപോയി. വർഷങ്ങളങ്ങനെ കടന്നു പോയപ്പോൾ എൻ്റെ മകന് പെട്ടെന്ന് ഫിറ്റ്സ് വന്നു. ഒരു 5 വയസ്സിന് തൊട്ടടുത്താണ് ഫിറ്റ്സ് വന്നത്. പെട്ടെന്ന് അവൻ്റെ ഓർമ്മശക്തി ബുദ്ധിശക്തിയെല്ലാം നഷ്ടപ്പെട്ടു. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കർത്താവ് എനിക്കൊരു ശക്തമായൊരു സഹനം തന്നു. ഈ സഹനം തന്നപ്പോൾ വേറെ ഒരു മാർഗമില്ല എന്ന് കണ്ടപ്പോഴേ ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് പോയി. ദിവ്യകാരുണ്യ സന്നിധിയിൽ ശരിക്കും ഒരു 1.5 വർഷക്കാലം തുടർച്ചയായിട്ട് തന്നെ ഈശോയുടെ മുമ്പിലിരുന്നു. ആ ഈശോയുടെ മുമ്പിലിരുന്നപ്പോൾ ഈശോ ശരിക്കും ബോധ്യപ്പെടുത്തിയത് പഴയ പാപങ്ങൾ ഒക്കെ ഏറ്റു പറയാനുള്ളതായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ശരിക്കും ഓരോ ചെയ്ത സംഭവങ്ങൾ വ്യക്തമായിട്ടൊരു ലൈറ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ കാണിച്ചപ്പോൾ ഞാൻ വ്യക്തമായി മനസ്സിലായി എല്ലാ ദിവസവും കുമ്പസാരിക്കണം എന്നുള്ള വലിയ ബോധ്യം വന്നു.